സിനിമാ നടനായ നർത്തകനായ വിനീതിനെ കാണാൻ അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്ന അതിഥി സിനിമാ നടനല്ല, നർത്തകനല്ല, കലാകാരനല്ല. എന്നാൽ കലാകാരന്മാരായ ഞങ്ങളോടെല്ലാവരോടും ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന ആളാണ്. ഞങ്ങൾക്കെന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ, നമുക്കെല്ലാം വളരെ ആരാധ്യനായ, ബഹുമാന്യനായ ആ മഹത് വ്യക്തിയെ ഞാനിതാ നിങ്ങളുടെ അനുവാദത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. സർ വിനീതിൻ്റെ വൈഫാണ് പ്രസില. സാർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ കലാപ്രതിഭ അല്ലെങ്കിൽ കലാതിലകം എന്നുള്ള ആ ഒരു പട്ടം ഏർപ്പെടുത്തുന്നത് അല്ലേ? അതെ. അത് എന്താണ് സാർ അങ്ങനെ ഒരു ആ കൊല്ലം അത് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്തായിരുന്നു? നല്ല ടാലൻ്റുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു വേദിയാണ്. അപ്പോൾ എനിക്ക് വിനീതിനെ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ പങ്കെടുത്ത കാലം മുതൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ 10th സർ അവാർഡ് കിട്ടുമ്പോൾ അതിനു മുമ്പുള്ള മത്സരങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് അന്നും വിനീതിനെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഈ സ്കൂൾ യുവജനോത്സവം നേരത്തെ മുതലേ വിദ്യാഭ്യാസം നടക്കാറുണ്ട്. പക്ഷേ അതൊരു എക്സ്പോഷർ അതിന് ശരിയായ രൂപത്തിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഈ പ്രോഗ്രാം എല്ലാം ഒന്നുകൂടി ഈ സ്കൂൾ തല മത്സരം, ജില്ലാതല മത്സരം, പിന്നെ സ്റ്റേറ്റ് തല മത്സരം ഇതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. അങ്ങനെ മെച്ചപ്പെടുത്തി വന്ന അവസരത്തിലാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരു അവാർഡ് കൊടുക്കണം എന്ന് മനസ്സിലൊരാശയം തോന്നി. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള വാക്കെന്താ അതൊന്ന് കണ്ടുപിടിക്കണല്ലോ, ഒരു പേര് കൊടുക്കണ്ടേ. അപ്പോൾ അത് ഞാനല്ല പേര് സെലക്ട് ചെയ്തത്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് എൻ്റെ അഭിപ്രായം കിട്ടി. തൃശ്ശൂർ വെച്ചാണ് ആ അഭിപ്രായം ആരാഞ്ഞത്. എനിക്ക് തോന്നുന്നൊരു 10,000 എൻട്രി ഈ കാര്യത്തിൽ പേരുകൾ വന്നു. അതിൽ നിന്നൊരു ജഡ്ജിങ് കമ്മിറ്റി സെലക്ഷൻ നടത്തി. ആൺകുട്ടിക്ക് കലാപ്രതിഭയെന്നും പെൺകുട്ടിക്ക് കലാതിലകം എന്നും പേര് കൊടുക്കാം. അങ്ങനത്തെ ആദ്യത്തെ കലാപ്രതിഭയാണ് ഈ ഇരിക്കുന്ന വിനീത്. ഞാൻ അന്ന് വിനീതിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ തന്നെ. അപ്പം ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു, വിനീതിൻ്റെ ഡാൻസ് എക്സലൻറ്റ്. വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കാണാമല്ലോ. ഞാൻ ത്രൂ ഔട്ട് ഇരുന്ന് യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോഴേക്കും പല ദിവസങ്ങളും നേരം വെളുക്കും. ഈ വെളുക്കുന്ന വരെ ഇരുന്നാലും ഞാനതെല്ലാം കാണുമായിരുന്നു. അപ്പോൾ കണ്ടുവന്നതിനകത്ത് എനിക്കന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നർത്തകനാണ് വിനീത്. അത്ര മനോഹരമായിട്ട് പെൺകുട്ടികൾ പോലും തോറ്റുപോകും വിനീതിൻ്റെ മുന്നിൽ നൃത്തത്തിൽ. അത്ര മനോഹരമായി ചെയ്യുമായിരുന്നു. ഞാനെന്ന് വിനീതിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, വിനീതിനെ കലാരംഗത്തേക്ക് തന്നെ വിടണം, വേറെ രംഗത്തേക്ക് കൊണ്ടുപോകരുത്, കാരണം അത്രമാത്രം പ്രതിഭയുള്ളൊരു കുട്ടിയാണിത് എന്ന് പറഞ്ഞു. എന്തായാലും ഭാഗ്യത്തിന് വിനീത് ഉയർന്നു വന്നു, നല്ല നടനായി, ഇപ്പോഴും നല്ല നർത്തകനായിട്ട് തുടരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാറിനെ ശരിക്കും എന്നാണ് വിനീത് കാണുന്നത്? സാറിന് യൂത്ത് ഫെസ്റ്റിവൽ ടൈം മുതൽ, അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആകുന്ന സമയത്ത് ആയിരുന്നു, എൻ്റെ ഹൈസ്കൂൾ സമയം മുതൽ അദ്ദേഹമായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അപ്പോൾ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കലാപരമായിട്ട് മാത്രമല്ല, ലൈക്ക് റെസിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രമാറ്റിക്സ്, അങ്ങനത്തെ പല വിഭാഗങ്ങളുണ്ട്. വെറും ഡാൻസ് രംഗങ്ങൾ മാത്രമായിരുന്നില്ല. അതിന് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇന്ന ഐറ്റംസേ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. അതുപോലെ സ്കൂൾ ലെവൽ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡിസ്ട്രിക്ട് ലെവൽ ദെൻ സ്റ്റേറ്റ് ലെവൽ. സോ ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട് കംസ്. ഇതിൽ നിന്നെല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമ്പറ്റീറ്റീവ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഓണർ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആ വർഷം, ഒരു ചാമ്പ്യൻ ബോയ്സിനും ഗേൾസിനും കലാപ്രതിഭ. ഇറ്റ്സ് എ വെരി പ്രസ്റ്റീജിയസ് ഗോൾഡ് മെഡൽ ആൻഡ് ടൈറ്റിൽ. ഈവൻ ടുഡേ, ലൈക്ക് ഒരു കലാപ്രതിഭ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്റ്റീജിയസ്, ആൻഡ് ഐ തിങ്ക് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം ആൻഡ് താങ്ക് യു സോ മച്ച് സർ ഫോർ ദാറ്റ്. ആൻഡ് അത് മാത്രമല്ല, ആ വർഷം ഈ വിന്നേഴ്സായ പലരെയും സെലക്ട് ചെയ്ത് സാറിൻ്റെ ലീഡർഷിപ്പിലാണ് ഒരു യൂറോപ്യൻ ടൂർ ആ വർഷം, പല കലാകാരന്മാരെയും, അതിൽ ഞാനും, പിന്നെ വിത്ത് ദ പേരൻസ്, അതാണ് പേരൻസിനെയൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് ആ വർഷം ശങ്കരൻ നമ്പൂതിരി, കലാബേബി തോട്ടം, പൊന്നമ്പിളിയായിരുന്നു ആ വർഷത്തെ കലാതിലകം. പിന്നെ നസീർ സാർ ഉണ്ടായിരുന്നു, ഫിലിം പേഴ്സണാലിറ്റീസ്, വളരെ റെപ്യൂട്ടഡായ ലിറ്റററി ഫിഗേഴ്സ്, ഗുപ്തൻ നായർ സാറിനെ പോലത്തെ, തകഴി സാർ, ലോകമലയാളി സമ്മേളനം. അതിൻ്റെയോട് ബന്ധപ്പെടുത്തി ബെർലിനിൽ ഞങ്ങൾ ആദ്യം പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ലണ്ടനിലാണ് മീറ്റ് ചെയ്യുന്നത്, പാരീസിലും അതിൽ. അങ്ങനെ കുറേ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെന്ന് ഇവരെ ഈ കുട്ടികളെല്ലാം അവർക്ക് നമ്മുടെ മലയാളി സമൂഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായി കൊടുത്തു.
അതാണ് അന്ന് പക്ഷേ ഇങ്ങനെ ആ പോയി എന്നുള്ള വിവരം ഗ്രൂപ്പിലുള്ള ഭാഗ്യവാന്മാരായ കലാകാരന്മാരെന്ന് പറയണം, ബിക്കോസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് വേൾഡ് ടൂർ. വിനീതൊക്കെ അന്ന് മത്സരിക്കുമ്പം തീരെ ചെറിയ കുട്ടികളായിരുന്നു, മീൻസ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളുടെ മനസ്സ് എപ്പോഴും നന്നായിരിക്കും, അവർക്ക് മത്സരിക്കണം, ജയിക്കണം എന്നൊരു ചിന്താഗതി. അത് കഴിയുമ്പോൾ അവരങ്ങ് അതോടുകൂടി അവരുടെ ആ മത്സരിച്ച് ജയിച്ച് സമ്മാനം കിട്ടിയാൽ ഓൾറൈറ്റ്. പക്ഷേ അതിനകത്ത് ഈ പക മുഴുവൻ വെച്ച് കൊണ്ടുപോകുന്നത് ടീച്ചേഴ്സും പേരൻസുമാണ്. അത് പിന്നെ അങ്ങനെ വളർന്നു വന്നു, അതൊരു അൺഹെൽത്തി ഇതായിട്ട് മാറി. കലാപ്രതിഭയെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും അതിനകത്തൊരു പ്രശ്നമുള്ളതായിട്ട് വിനീതിന് തോന്നിയിട്ടുണ്ട്? കാരണം ഈ പോയിന്റ്സ് നേടുന്നത്, അത് നൃത്തേതര ഐറ്റത്തിൽ ഇത്ര പോയിന്റ് വേണം, നൃത്തത്തിന് ഇത്ര പോയിന്റ് വേണം, അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ കലാകാരൻ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകുമോ? അതൊരു സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം അപ്പോൾ ആ കുട്ടീൻ്റെ എത്രത്തോളം കഴിവ് ഏതിലൊക്കെ ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യുക, അതാണ് അതിൻ്റെ ഇത്. അല്ല, ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കലാകാരനായിരിക്കും, പക്ഷേ അയാൾക്ക് കഥാപ്രസംഗത്തിലോ വയലിൻ വായിക്കുന്നതിലോ പ്രാവീണ്യം ഉണ്ടായെന്ന് വരില്ല. അല്ല, ഒരു വേഴ്സിറ്റാലിറ്റിയുടെ ഒരു എലിമെൻ്റാണ് നോക്കുന്നത്. അതായത് ഓവറോൾ ചാമ്പ്യനാണ് കലാപ്രതിഭ. അപ്പം ഏതിലൊക്കെ പ്രാവീണ്യം തെളിയിക്കുന്നു എന്നുള്ളതാണ്. പ്രാവീണ്യം തെളിയിക്കുന്നത് വെറുതെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് പോലല്ല, ഈ ഷുഡ് ബി റിയലി ഗുഡ്. സോ ആ സമയത്ത് പിന്നെ ആ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഏതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എല്ലാ തരത്തിലും മോണോ ആക്ട് ആയാലും ഡ്രാമാറ്റിക്സ് ആയാലും സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും, ലൈക്ക് റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്, അല്ലാതെ വെറുതെ മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ പങ്കെടുക്കണം എന്നുള്ള അതുകൊണ്ടല്ലേ സാർ. അപ്പോൾ അത് ആ ഒരു പ്രായത്തിൽ അത് ദാറ്റ് എനർജി ഈസ് ദ ആൻ എൻതൂസിയാസം ടു ടേക്ക് പാർട്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷേ അതിൽ മികവുറ്റതായിട്ട് വരുമ്പോൾ ദേ ബിക്കം എ ചാമ്പ്യൻ. ആൻഡ് അതിനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, ഓവറോൾ മാർക്സ് ജഡ്ജ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സോ അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഗ്രേറ്റ് എക്സ്പോഷർ ആയിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ എൻ ആർട്ടിസ്റ്റ്. ബിക്കോസ് എല്ലാ കുട്ടികൾക്കും ഇപ്പം മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഒരു സ്വന്തം കഴിവുള്ള എത്രയോ കുട്ടികളുണ്ടാകും, പക്ഷേ ഒരു അവസരം വേണം ഇത് പ്രകടിപ്പിക്കാൻ. അത് ഈ യൂത്ത് ഫെസ്റ്റിവൽ തന്നിരിക്കുന്നു നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്. ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആ വർഷം കലാപ്രതിഭ കിട്ടിയ വർഷം തിരിച്ചു വരുമ്പം സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും സ്വീകരിക്കാനായിട്ട് അവിടെ സ്റ്റേഷനിൽ വന്നു എന്നുള്ളത് അതൊരു വളരെ എനിക്ക് മറക്കാനാവാത്തൊരു ഭയങ്കര ഒരു ഓണറാണ്. സാർ പറഞ്ഞല്ലോ നല്ല ഭാവിയുള്ള കലാകാരനാണെന്ന് നന്നേ തോന്നി, നർത്തകനാണെന്ന് മനസ്സിലായി. പിന്നീട് സിനിമയിലേക്ക് വിനീത് വരുന്നതെല്ലാം സാർ കാണുകയായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ വിനീത് എന്ന് പറഞ്ഞ ഒരു കലാകാരൻ്റെ സിനിമയിലുള്ളൊരു വളർച്ച സാർ നോക്കിക്കണ്ടത്? നഗക്ഷതങ്ങളാണല്ലോ ആദ്യത്തെ ചിത്രം. അത് MT ആണ്. MT ഞാനോട്ട് വളരെ അടുപ്പാണ്. അപ്പം MT ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലിലൊരു പയ്യനെയാണ് ഞാൻ നായകനാക്കാൻ പോകുന്നത്. വിനീതിന് എനിക്കറിയാം. അത് കഴിഞ്ഞാണ് മോനിഷയെക്കുറിച്ച് കേൾക്കുന്നത്. ഇവരുടെ ആ പടം വളരെ എന്തായിരുന്നു, ഒരു ടീനേജ് ഗ്രൂപ്പിൽപ്പെടുന്ന കുട്ടികളുടെ ആ സിനിമ, ആ നക്ഷത്രങ്ങൾ നന്നായിട്ട് ഓടി കേരളത്തിൽ. ഈ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേജിൽ വരുമ്പോഴാണല്ലോ സാർ വിനീതിനെ കാണുന്നത്. അതിനു മുമ്പ് വിനീതിൻ്റെ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ട, വിനീതിൻ്റെ വളരെ കുട്ടിക്കാലത്തുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലിപ്പിങ്സ് നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ വീട് തലശ്ശേരിയിലെ സണ്ണിങ് വീട്. ഇത് വീടാണ്, ഞാൻ ഏതോ പാലസ് ആണെന്ന് ഇങ്ങനെ സംശയിച്ചു. പഴയ വീട്. ഇതാണ് പുതിയ വീട്. തലശ്ശേരിയിലെ വീട്. സെൻറ്റ് ജോസഫ് സ്കൂൾ. ഇവിടെ നിന്നാണ് കലാപ്രതിഭയാവാനുള്ള തുടക്കമൊക്കെ ഉണ്ടായത് അല്ലേ? നാട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും പോവുമോ? ഇവിടെയൊക്കെ പോവുമോ? പിന്നെ ഫാദർ അമ്മയാണ്, എൻ്റെ സിസ്റ്ററും കുട്ടികളാണ്. എന്താണ് കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മകളൊക്കെ? കുട്ടിക്കാലത്ത് ഞാൻ പ്രൈമറി സ്കൂളിലൊക്കെ ഊട്ടിയിലായിരുന്നു ചെയ്തത്. ഇപ്പം വളരെ ചെറുപ്പത്തിൽ അത് ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഇല്ലായിരുന്നു അവിടെ, അതുകൊണ്ടാണ് ഊട്ടിയിൽ ചേർത്തത്. പിന്നെ 6th സ്റ്റാൻഡേർഡാണ് തിരിച്ചു വരുന്നത്, സെൻറ്റ് ജോസഫ്സിലാണ്. അപ്പം ദേ സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ചെറുപ്പത്തിലെ ഊട്ടിയിലൊക്കെ പോയി ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ഈ അമ്മയച്ഛനൊക്കെ വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായില്ലേ? തീരെ ചെറുതായിരുന്നു, വിഷമം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഹോം ഇത്രയും ഒരു ലവിങ് ആയിട്ടുള്ള ആളാണല്ലോ അങ്ങനെ ഒരു അല്ല, തീരെ വളരെ ചെറിയ പ്രായത്തിലായിരുന്നു. പക്ഷേ അത് ഓഫ് കോഴ്സ് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പേരൻസ് അത് ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് റിയലൈസ് ചെയ്തു. പക്ഷേ ആ സമയത്ത് ഓഫ് കോഴ്സ് ആ ഒരു പീരീഡ് ഓഫ് ടൈം
boarding life was a bit tough because second standard is too small. പ്രസില എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ ബോർഡിങ്ങിലൊക്കെ നിന്നാണോ പഠിച്ചത്? എൻ്റെ അമ്മയും ബഹ്റിനിലെ അതുകൊണ്ടാണ് ദിവസം സ്കൂളിൽ ഫാമിലി തന്നെ. അവിടെ തന്നെയല്ലേ? വിനീതിനെ പറ്റി പൊതുവെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമുണ്ട് സർ, നല്ല പയ്യനാണ്, വളരെ ശാന്ത സ്വഭാവമാണ്, ഒട്ടും ദേഷ്യപ്പെടാത്ത ഒരാളാണ്. ഇങ്ങനെ തന്നെയായിരുന്നു വിനീത് ചെറുപ്പത്തിലും? അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഗുഡ് ഷെപ്പേർഡിലൊക്കെ പോയി നിൽക്കുമ്പോഴും അവിടെയും കുസൃതി തരങ്ങളൊന്നുമില്ല? പൊതുവേ ഇല്ലായിരുന്നു കുസൃതി തരം. ഞാൻ ആദ്യം ഹോളി ഇന്നസെൻസിലായിരുന്നു കൂനൂർ. അതെ, അപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡ് അത് അവിടെ ഒരു വർഷം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗുഡ് ഷെപ്പേർഡ്സ്. ഗുഡ് ഷെപ്പേർഡ്സ് പറഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയ സ്കൂളാണ്. പിന്നെ അവിടെ തീരെ ചെറിയ പ്രായമായതുകൊണ്ട് ലെറ്റർ റൈറ്റിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതായത് ഒരു ക്ലാസ്സാണത്, പേരൻസിന് എഴുതുക, അതിൻ്റെ കൂടെ നമ്മൾ യു ലേൺ ലെറ്റർ റൈറ്റിംഗ് ആൻഡ് ദെൻ യു ഇൻട്രാക്ട് വിത്ത് ദം. പക്ഷെ അതൊക്കെ വലിയ മടിയായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ ലെറ്ററാണ് പോകുന്നത് പേരൻസിന്. സോ അങ്ങനെ പിന്നെ എൻ്റെ ഡാൻസിൻ്റെ ഒരു മേജർ പാർട്ട് സ്റ്റാർട്ടഡ് ഫ്രം ഗുഡ് ഷെപ്പേർഡ്സ്. അവിടുത്തെ ഫൗണ്ടേഴ്സ് ഡേ, പ്രിൻസിപ്പളിൻ്റെ ഫൗണ്ടേഴ്സ് ഡേക്ക് ദേ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദി ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റ്. അപ്പം അപ്പോഴേ ഡാൻസ് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ അതിന് സ്പെഷ്യൽ ട്രെയിനിങ്ങും സ്പെഷ്യൽ ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. എന്താ വെച്ചാൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവാം, കട്ട് ചെയ്ത് പോവാം, നോ പ്രോബ്ലം, റിഹേഴ്സൽസിന് പോവാം. പിന്നെ സ്പെഷ്യലായിട്ട് പലതും കിട്ടും അവർക്ക്, എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് കിട്ടും, ഫുഡ് സപ്ലിമെൻറ്റ്സ് അങ്ങനെ. സോ അങ്ങനത്തെ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ നിന്നായിരുന്നു ആ സ്റ്റാർട്ടിങ് ടു ടേക്ക് പാർട്ട് ഇൻ ഡാൻസ്. അത് കഴിഞ്ഞിട്ടാണ് തലശ്ശേരി വന്ന് പിന്നെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ. സോ വളരെ മെമ്മറബിൾ ആയിരുന്നു അതൊക്കെ. പിന്നെ വേറെ ഒരു കാര്യം പറയേണ്ടതാണ്, കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടികളെ പറ്റി ഇവനൊരു കുറ്റം പറയില്ല. ഞങ്ങൾ പറയും ശരിക്കും ഡാൻസ് ചെയ്യുന്നില്ല. ഇല്ല ആൻറ്റി, 2 റിഹേഴ്സൽ കഴിയുമ്പോൾ ശരിയാവുന്നു. 10 റിഹേഴ്സൽ കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പക്ഷെ അവൻ പറയുന്നത് ഇനി 2 റിഹേഴ്സൽ കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. ശരിയാവും. അങ്ങനെയല്ല, സാധാരണ ഈ കലാകാരന്മാരുടെ കൂടെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് വരുന്നത്. സാർ ഇതിന് സമയം കണ്ടെത്തി ഇതിൽ വന്നതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കലാജീവിതത്തിൽ ഗുരുതുല്യരായ ഗുരുക്കന്മാർ തന്നെ എന്ന് പറയാം. ജേക്കബ് സാറിന് ആ സ്ഥാനമുണ്ട്. അദ്ദേഹം വന്ന് അനുഗ്രഹിച്ച് വളരെ താങ്ക്സ്. വളരെ വരട്ടെ. താങ്ക് യു സോ മച്ച് സർ. ആഗ്രഹമാണ്. താങ്ക് യു സർ. എല്ലാ ഭാഗവും താങ്ക് യു സർ. താങ്ക് യു.